കോട്ടയം നഗരസഭയിലെ പെൻഷൻ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഒളിവിൽ കഴിയുന്ന പ്രതിക്ക് ട്രാൻസ്ഫർ ഓർഡർ പ്രതി അഖിൽ സി വർഗീസാണ് സ്ഥലമാറ്റ പട്ടികയിൽ ഉൾപ്പെട്ടത്. 2.39 കോടി തട്ടിയ അഖിലിനായി ക്രൈംബ്രാഞ്ച് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. നിതിൻ തോമസ് ആണ് വിവരങ്ങളുമായി. നിതിൻ, ഒരു കൗതുകകരമായ ട്രാൻസ്ഫർ ആണല്ലോ. തീർച്ചയായിട്ടും രതീഷ്, കൗതുകരമായ ട്രാൻസ്ഫർ തന്നെയാണ്. ഈ കോട്ടയം നഗരസഭയിൽ അഖിൽ സി വർഗീസ് ജോലി ചെയ്തിട്ട് വന്നിരുന്ന സമയത്താണ് 2.39 കോടിയുടെ തട്ടിപ്പ് അയാൾ നടത്തുന്നത്. കഴിഞ്ഞ ഓഗസ്റ്റിലായിരുന്നു ഈ തട്ടിപ്പ് നടന്നിരുന്നത്. ഈ തട്ടിപ്പെന്ന് പറഞ്ഞാൽ ഈ പെൻഷൻ തുക ഈ അഖിൽ സി വർഗീസ് ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട പെൻഷൻ തുകകളെല്ലാം അമ്മയുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു. അത് അന്വേഷിച്ച് വന്നപ്പോൾ അഖിൽ സി വർഗീസാണ് നടത്തുന്നതെന്നും അതുപോലെ തന്നെ ഏകദേശം 2.39 കോടി രൂപയുടെ തട്ടിപ്പാണ് നടത്തുന്നതെന്നും കണ്ടെത്തുകയും ഇതേ തുടർന്ന് ഇയാൾ ഒളിവിൽ പോവുകയുമായിരുന്നു. ഈ ഒളിവിൽ പോകുന്ന സമയത്ത് ഇയാൾ വൈക്കം നഗരസഭയിലാണ് ജോലി ചെയ്തു വന്നിരുന്നത്. നഗരസഭ ഉദ്യോഗസ്ഥനായിട്ടാണ് ജോലി ചെയ്തു വന്നിരുന്നത്. അപ്പോൾ ഈ കേസിന് മുമ്പ് കൊടുത്തിരുന്ന ഒരു ട്രാൻസ്ഫർ അപേക്ഷയായിരുന്നു. അതിലാണ് ഇപ്പോൾ ഉത്തരവ് വന്നിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് എന്തായാലും കൈകഴുകുകയാണ് വിഷയത്തിൽ. സ്വാഭാവിക നടപടിയാണ്. പക്ഷേ ഇയാൾക്ക് നേരിട്ട് എന്തായാലും ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കില്ല. കോടതിയുടെ ഉത്തരവോ അല്ലെങ്കിൽ ഈ തദ്ദേശ സ്വയംഭരണ ഡയറക്ടറുടെയോ എന്തെങ്കിലും രീതിയിലുള്ള ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ ഇയാൾക്ക് ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പറയുന്നത്. എന്നാൽ ഇതിലൊരു കൗതുകം എന്ന് പറയുന്നത് ക്രൈംബ്രാഞ്ച് ഉൾപ്പെടെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയ ഒരു പ്രതിയാണ്. ഇദ്ദേഹം ഇപ്പോഴും ഒളിവിലാണ്. പോലീസിനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. 6 മാസത്തെ സസ്പെൻഷനിലുമാണ് രതീഷ്.